സുധാകരനും ആയിഷ പോറ്റിയും സഞ്ചരിക്കുന്നത് തെറ്റായ വഴിയിലൂടെയാണെന്നും അവർ തെറ്റിത്തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ. ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ കറിവേപ്പില പോലെ നാളെ അവരെ വലിച്ചെറിയുമെന്നും പാർട്ടിക്കൊപ്പം നിന്നപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചവരാണ് ഇന്ന് പാർട്ടിയെ തള്ളിപ്പറയുന്നത് എന്നും KK ജയചന്ദ്രൻ ഉടുമ്പൻചോലയിൽ പറഞ്ഞു. സുധാകരൻ പാർട്ടി വിട്ടതിനെ പറ്റിയൊക്കെ ഞങ്ങളുടെ പാർട്ടി ഐഷ പറ്റി പോയതിനെ പറ്റിയൊക്കെ അവിടെയുള്ളവരും ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഞാനതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വലിയതായിട്ടൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ഭാഗമായി വന്ന് അവര് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ സഹായങ്ങൾ, പദവികൾ ഈ പാർട്ടിയുടെ പേരിൽ അവരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. സുധാകരൻ എത്ര പ്രാവശ്യമാണ് MLA ആയത്, എത്ര പ്രാവശ്യമാണ് മന്ത്രിയായത്? അങ്ങനെ മന്ത്രിയായിട്ടും ജില്ലാ പഞ്ചായത്ത് നേതാവായിട്ടും എല്ലാം ദീർഘകാലം പാർലമെന്ററി പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ പുതിയ സഖാക്കൾ വരുമ്പം അവർക്ക് വഴിമാറി കൊടുക്കേണ്ടതും പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ടതും അവരുടെ എല്ലാം ബാധ്യതയാണ്. അവർക്ക് എന്തെങ്കിലും ബസ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും സംബന്ധിച്ചും ബാക്കി അവരെ സംബന്ധിച്ചൊന്നും എനിക്ക് വ്യക്തിപരമായ രാഷ്ട്രീയവും പറയാനില്ല. അവര് തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ എതിരാളികൾ അവരെ കൊണ്ട് അവർ വിചാരിക്കുന്ന കാര്യമൊന്നും നടക്കുകയില്ല എന്ന് കാണുമ്പോൾ കരുവേപ്പല പോലെ വലിച്ചെറിയും. ഇതിനു മുമ്പ് പോയിട്ടുള്ളവരുടെ എല്ലാം അനുഭവം അതാണ്. അതുകൊണ്ട് എനിക്കവരോട് പറയാനുള്ളത്, നിങ്ങൾ തിരുത്തുക. പണ്ട് ഗൗരിയമ്മ പോയി. ഗൗരിയമ്മ പോകുന്നതിന് മുമ്പ് തിരിച്ച് പാർട്ടിയിൽ വന്ന് ഗൗരിയമ്മയ്ക്കും ഞങ്ങൾക്കും ഗൗരിയമ്മ വരണമെന്നുണ്ടായിരുന്നു. ഗൗരിയമ്മ ആഗ്രഹിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പൊതച്ച് അവസാനമായി കിടക്കണമെന്നാണ്. ഞാൻ പറയുന്നത്, ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത് അതാണ്. എന്തുകൊണ്ടാണ് അവർ തെറ്റായ രൂപത്തിൽ ചിന്തിച്ചത് എന്ന് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവർ തിരുത്തും എന്ന് ഞാൻ കരുതുന്നു.